ഹലോ ഫ്രണ്ട്സ്, ആം അഖിൽ. മരണമാസിൻ്റെ ബേസിക് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ടർ ശിവപ്രസാദ്, സ്ക്രീൻ പ്ലേ സിജു സണ്ണി ആൻഡ് ശിവപ്രസാദ്, സ്റ്റോറി സിജു സണ്ണി, പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാർസ് ബേസിൽ ജോസഫ്. മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. പിന്നെ രാജേഷ് മാധവൻ, പിന്നെ സിജു സണ്ണി, ബാബു ആൻ്റണി, അനിഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ, നമ്മൾ അക്കാഡമിക് സ്റ്റാർ. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫി നീരജ് രവി, എൻ്റെ എഡിറ്റർ ചാമൻ ചാക്കോ, എൻ്റെ മ്യൂസിക് JK, എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് ആൻഡ് റഫേൽ പ്രൊഡക്ഷൻസ് വേൾഡ് വൈൽഡ് ഫിലിം. ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ 2 മണിക്കൂറും 21 മിനിറ്റും, ഏകദേശം 141 മിനിറ്റ്സ്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അങ്ങനെ മരണമാസ് കണ്ടുവന്നിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്ര പോരടെ. ട്രെയിലർ കണ്ട് പോയൊരു എഫക്റ്റ് എനിക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടില്ല എന്നാണ് സത്യം. പിന്നെ ഈ സിനിമയിലെ സീരിയൽ കില്ലർ ആ ഒരു ടൈപ്പ് ഫുൾ കോമഡിയാണ്. ബേസിലിൻ്റെ എൻട്രി ഒക്കെ നൈസാണ്. ബേസിൽ ഓക്കെ, ബേസിൽ സുരേഷ് കൃഷ്ണ ഇവരെല്ലാവരും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയിലെ കോമഡിയെല്ലാം നമ്മൾ എവിടെയൊക്കെ കണ്ടതുപോലെ ഫീൽ ചെയ്യും. ചിലതൊക്കെ ഫ്രഷ് ഐറ്റംസ് ആണ്, കാരണം നമുക്ക് ചിരിക്കാനൊക്കെ അതിൽ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട് മടുത്ത പോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ എഡിറ്റിങ്ങും മേക്കിങ്ങും എല്ലാം നോക്കുകയാണെങ്കിൽ എഡിറ്റിങ് അത്ര പോരായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഭാഗം മാത്രം, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ബേസിലിൻ്റെ ഡ്രസ് കോഡാണെങ്കിൽ ബേസിലിൻ്റെ എൻട്രിയൊക്കെ വിജയ് ലെവൽ എൻട്രിയാണ്, അതിനെ കോപ്പി ചെയ്തിട്ടുള്ളതാണ്. അതങ്ങനെയാണ് അവർ എടുത്തിട്ടുള്ളത്, കോമഡി ലെവലിൽ. അല്ല, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഒരു മിനിമം ഗ്യാരണ്ടി ഇതിൽ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ആക്ടിങ്ങിലൊക്കെ ഓക്കെ, പക്ഷെ സ്റ്റോറി ബേസിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു ആവറേജ്, ബിലോ ആവറേജ് ആ റേഞ്ചാണ് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങളൊക്കെ പോയി കാണി, വേറൊന്നും പറയാനില്ല. ശരി, ബൈ.